വിലവർദ്ധനവിൽ നിന്നും 100% പരിരക്ഷ. ആഭരണങ്ങൾക്ക് 0% പണിക്കൂലി. പൂക്കൂട്ടുംപാടം മാരിഗോൾഡ് അവതരിപ്പിക്കുന്നു മാരിപ്പൊന്ന് 2025. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 04931 200 916. ചുള്ളിയുടെ ഉണ്ണിക്കുളത്ത് വീണ്ടും കാട്ടാന ഇറങ്ങി. തെങ്ങിൻ തൈകളും വാഴകളും കമുകുകളും നശിപ്പിച്ചു. അടുക്കത് അബ്ദുൾ ഹമീദിന്റെ കൃഷിയിടമാണ് നശിപ്പിച്ചത്. 3 വർഷം പ്രായമായ തെങ്ങുകളും കമുകുകളുമാണ് കാട്ടാന കഴിഞ്ഞ ദിവസം രാത്രിയിൽ നശിപ്പിച്ചത്. ഇന്ന് പുലർച്ചെയാണ് വീണ്ടും കാട്ടാനയെത്തി വീടിനോട് ചേർന്ന് നിൽക്കുന്ന വാഴകളും നശിപ്പിച്ചത്. പ്രദേശത്ത് കാട്ടാനയുടെ ശല്യം നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സർക്കാരോ ബന്ധപ്പെട്ട അധികാരികളോ വേണ്ട നടപടിയെടുക്കുന്നില്ല എന്നും നാട്ടുകാർ ആരോപിച്ചു. ഫെൻസിംഗ് നിർമ്മിക്കാനുള്ള നടപടിക്രമങ്ങൾ ഒന്നും തന്നെ ഈ പ്രദേശത്ത് ചെയ്തില്ലെന്നും നിരവധി പരാതികൾ നൽകിയിട്ടും വനപാലകരോ സർക്കാരോ നടപടിയൊന്നും എടുത്തില്ലെന്നുമാണ് നാട്ടുകാർ പറയുന്നത്. ഇതിനെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും നാട്ടുകാർ പറഞ്ഞു. വാഴ, തെങ്ങ്, കവുങ്ങ് എന്നീ സാധനങ്ങളൊക്കെ ആന വന്ന് നശിപ്പിച്ചിരിക്കണ്. കുറേ ആദ്യം നശിപ്പിച്ചിരിക്കണ്. മിനിയാന്ന് വന്നിക്കണ്, ഇന്നലെ വന്നിക്കണ്. അതിന് മുന്നേ കുറേ ആദ്യം ഇങ്ങനെ വന്നു. അതൊന്നും പിന്നെ നമ്മൾ ആരോടും പറയുന്നില്ലല്ലോ. ഏകദേശം ഒരു 8-10 റുപ്യേൻ്റെ മേലെ നമുക്ക് നഷ്ടം സംഭവിച്ചു. ഇന്നലെ 4:20 ആകുമ്പോൾ ഒച്ച കേട്ട് നോക്കുമ്പോൾ ആന ഇവിടെ നമ്മളെ പേരൻ്റെ അടുത്താണ്. ഡെയിലി ഇപ്പോൾ ഇവിടെ ആന വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്കിവിടെ കുട്ടികളും മക്കളൊക്കെ വെച്ച് കടന്നുറങ്ങാൻ പ്രശ്നമാണ്. നമ്മളെ അനുഭവങ്ങളൊക്കെ താറാറുണ്ട്. അതൊക്കെ കേടുവരാതെ എല്ലാവരും ഇവിടെ നോക്കി നമുക്ക് സംരക്ഷണം തരണം. നമ്മൾ കൃഷി കൊണ്ട് ജീവിക്കുന്ന ആളാണ്. അതുകൊണ്ട് നമുക്ക് കൃഷീൻ്റെ സംരക്ഷണം നമുക്ക് അധികൃതരും എല്ലാവരും തരണം. അതുകൊണ്ട് ആനനെ ഇവിടുന്ന് നോക്കി ഒഴിവാക്കണം. ന്യൂസ് ബ്യൂറോ, പൂക്കോട്ടുംപാടം. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.